പൈനാപ്പിൾ ജാം, സ്ട്രോബെറി അല്ല, സ്റ്റാർ ഫ്രൂട്ട് മാംലേഡ്. വായിച്ചത് ശരിയാ, പക്ഷെ മാംലേഡ് എന്ന് പറഞ്ഞാൽ എന്താ? So in normal jams, people use the pulp and the sugar, pulp of the fruit and the sugar. But in marmalades, we also use the skin of the fruit. എല്ലാം മനസ്സിലായില്ലേ? അതായത് ജാം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിൻ്റെ തൊലി ഉണ്ടാവില്ല. മാംലേഡ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്നത് ഫ്രൂട്ടിൻ്റെ തൊലി, ഷുഗറും പിന്നെ എന്തൊക്കെയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. അപ്പം ഞാൻ എവിടെയാണെന്ന് വിചാരിച്ചാൽ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ 2 ദിവസം റിലാക്സ് ചെയ്ത് താമസിക്കാൻ വന്നതാണ്. അപ്പം എന്താണെന്ന് പറയുമോ, ഇതൊരു വീടല്ല മക്കളെ, ഇതൊരു കിച്ചൺ മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. കിച്ചണും സ്റ്റോർ റൂമും പിന്നെ കുറേ ജാമ്, ഫ്രൂട്ട് പിന്നെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. പിന്നെ ആ ബാക്കിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്നും പറയണ്ട, നല്ല താമസമായിരുന്നു. പിന്നെ വെറുതെ ഇരുന്ന് തിന്നും കുടിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന്. കിച്ചണിൽ ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യാനോ ഒരു പരിപാടി. ജാം ഉണ്ടാക്കാൻ എനിക്കറിയില്ല, പിന്നെ മാംലേഡ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട്, അങ്ങനെ കുറേ സ്റ്റിക്കറൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. അതാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഒട്ടിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമാണ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ഈ സ്റ്റാർ ഫ്രൂട്ട് മാംലേഡിൻ്റെ ഇതാണോ മാറിപ്പോയാണ് ഇതിലേതാ? ഇത് രണ്ടൊന്നും. അപ്പം ഇതിൽ ഞാൻ ഒട്ടിക്കട്ടെ. അപ്പം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും ചേച്ചി പോയിരുന്ന സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് പഠിക്കുക ആദ്യം, എന്നിട്ട് ഞാൻ കുക്ക് ചെയ്തത് പഠിപ്പിച്ചു തരാം. അപ്പം ഇന്ന് എനിക്ക് തന്ന ജോലിയാണ് ഗൈസ്. ഞാൻ അതുകൊണ്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പണിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ആദ്യമേ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, പ്രോഡക്ട്സ് ഒക്കെ റെഡിയാണ്. അപ്പോൾ ഒട്ടിക്കട്ടെ? ഓക്കെ. അപ്പോൾ വിത്ത് പെർമിഷൻ ഞാൻ ആദ്യത്തതൊന്ന് ഒട്ടിക്കുന്നു. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ വരും. ഇനിയിപ്പോൾ ഇതൊക്കെ ഈ പ്രോഡക്ട്സ് ഒക്കെ എവിടെ? ഇത് ഞാൻ പറയട്ടെ, ജാമും ഇതൊന്നും അല്ല കേട്ടോ. സ്ക്വാഷ്, ജാമ്, പിക്കിളൊക്കെ ഒരു 6 ടൈപ്പ് ഓഫ് പിക്കിളുണ്ട്. ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ലാത്ത പോലത്തെ സാധനങ്ങൾ വെച്ചിട്ടുള്ള പിക്കിൾസും ജാംസും ഒക്കെയാണ് ഉള്ളത് കേട്ടോ. വളരെ ഡിഫറെൻ്റ് ആണ്. ദാറ്റ് മേക്സ് വാട്ട് ഹെർ എന്താ പറയുക, ഹോമെന്ന് വരുന്ന പ്രൊഡക്ട്സിൻ്റെ ഡിഫറൻസ് അതാണ് ഗൈസ്. അപ്പോൾ ഇനി ഈ വട്ടത്തിലൊരു സ്റ്റിക്കർ ഉണ്ട്, അതായത് മാരിഗോൾഡ് എന്നാണ് ഈ കമ്പനിയുടെ അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡിൻ്റെ കമ്പനീൻ്റെ ഒക്കെ വേണമെങ്കിൽ പറയാം. നാളെ പിൽക്കാലത്ത് വലിയ കമ്പനി ആവേണ്ട കമ്പനിയുടെ പേര്. ഇത് ഒട്ടിക്കാൻ ഞാൻ നോക്കിയിട്ട്, ഇത് പൊളിക്കാൻ നോക്കിയിട്ട് പറ്റാണ്ട് കുറേ സമയം ഞാൻ എടുത്തു, പക്ഷേ പറ്റുന്നില്ല. അപ്പോൾ വേറൊരു സ്റ്റിക്കർ വന്ന സ്ഥിതിക്ക് ഒട്ടിക്കട്ടെ. ഇനി ഇത് എവിടെയെങ്കിലും ഒട്ടിക്കാൻ പാടില്ല അല്ലേ? മേലെ സ്റ്റിക്കറിന്റെ മുകളിലുള്ള മാരിഗോൾഡിനെ അലൈൻ ചെയ്തിട്ട് മേലെ മാരിഗോൾഡ് വരണം. നല്ല പണിയാണ് ഗൈസ്, വേണ്ടായിരുന്നു. ഇത് എന്തായാലും ഞാൻ ഒട്ടിച്ച് അത്ര ഭയങ്കര വൃത്തിയൊന്നും ആയില്ലെങ്കിലും ഏകദേശമൊക്കെ ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് കോപ്പികൾ ഇങ്ങനെ ഒട്ടിക്കാണ്ട്, വർത്താനം പറഞ്ഞൊന്നും ശരിയാവില്ല. അപ്പം ഞാൻ പോയി പണിയെടുക്കട്ടെ.